ദുരിതാശ്വാസത്തിന്റെ മറവിൽ വാഹന മോഡിഫിക്കേഷൻ പാടില്ല എന്ന് മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ജീവകാരുണ്യ പ്രവർത്തനം നിയമലംഘനത്തിനുള്ള ലൈസൻസ് അല്ല എന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട്. അടൂരിൽ നിയമലംഘനം ചൂണ്ടിക്കാട്ടിയ MVD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിയമത്തിൽ വകുപ്പില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരാണ് നിർദ്ദേശം നൽകിയതെന്നും ഗണേഷ് കുമാർ ചോദിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കണം. കൂടാതെ ബസ്സുകളുടെയും വാഹനങ്ങളുടെയും വേഗപരിധി 100 ഉയർത്താൻ മുൻപേ പ്രപ്പോസൽ നൽകിയത് താനാണ് എന്നും ഗണേഷ് കുമാർ അവകാശപ്പെടുന്നു. ഈ ദുരിതാശ്വാസ പ്രവർത്തനവും എക്സ്ട്രാ ഫിറ്റിങ്ങും തമ്മിൽ എന്ത് ബന്ധം? ദുരിതാശ്വാസ പ്രവർത്തനം എൻ്റെ ഒരു ജീപ്പുണ്ട്, ഞാൻ ആളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് വരെ അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് നിയമലംഘനവും ആകാമെന്നല്ല. ഈ വെച്ച് ഒരു ചീനച്ചട്ടിയുടെ വലിപ്പം ലൈറ്റല്ലേ ഈ ജീപ്പിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത്? അത് എന്ത് ദുരിതാശ്വാസം? അത് വെച്ചിട്ടാണ് ദുരിതാശ്വാസം എടുക്കുന്നത്. ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ വിവരം കെട്ടവരുടെ ഇരിപ്പുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ വകുപ്പ് വെച്ച് കേസെടുക്കും. ഒരു ഓൾട്ടറേഷൻ പറ്റും. എന്താണെന്നറിയാം, 90 പോകുന്ന വണ്ടിക്ക് 100 പോകാൻ അനുവാദം കൊടുക്കുകയാണ്. അതിപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ KSRTC വോൾവോ അടക്കമുള്ള ബസ്സുകൾ വാങ്ങിച്ചപ്പോൾ പോകാൻ കേരളത്തിൽ ഓടുമ്പോൾ സ്പീഡ് കുറവാണ്. അപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കയറുമ്പോൾ 100 പോകാം, ഇവിടെ 100 പോകാനൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് സമയത്ത് ഓടിയെത്തണമെങ്കിൽ 100 എന്ന് പറഞ്ഞ് അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവിന് അന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് 100 മാറ്റാനുള്ള പ്രപ്പോസലുണ്ട്. ഇനിയിപ്പോൾ 100 കഴിയുമ്പോൾ ഞങ്ങളെ അന്നും പറഞ്ഞ് വരരുത്, അനിൽ അക്കരെ പറഞ്ഞൊന്നും പറഞ്ഞ് വരരുത്. ഞാൻ നേരത്തെ തന്നെ ഇത് 100 നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഒന്ന്, ഈ മോഡിഫിക്കേഷൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മറവിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത്, അതിന് നിയമപരിരക്ഷ ഉണ്ടാകരുത് എന്ന കാര്യം. മറ്റൊന്ന്, വാഹനത്തിന്റെ വേഗവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ 2 കാര്യങ്ങളിലാണ് കെ.ബി. ഗണേഷ് കുമാർ അഭിപ്രായ പ്രകടനങ്ങൾ. വിശദാംശങ്ങൾ. മധു സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ 2 വിഷയങ്ങളിലാണ് മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യത്തേത് വാഹന മോഡിഫിക്കേഷനുമായി സംബന്ധിച്ചാണ്. ഈ വാഹന മോഡിഫിക്കേഷൻ നടത്താൻ അനുമതി നൽകും എന്നാണ് VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരത്തിലെത്തിയ ശേഷം അതിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം അടൂരിൽ MVD ഉദ്യോഗസ്ഥർ ഒരു വാഹന പരിശോധന നടത്തുന്നു. അതിൽ അനധികൃതമായി 5 ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനത്തിന് 5500 രൂപ പിഴ ഈടാക്കുന്നു. ഈ പിഴ ഈടാക്കിയ ശേഷം വലിയ തരത്തിൽ പ്രചരണം നടക്കുന്നു. ഈ വാഹനം ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്ത വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കി എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ പ്രചരണം നടക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് വിളിച്ച് ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം, കറുത്ത ബാഡ്ജ് അണിഞ്ഞ് വരെ ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുന്നു, വാഹന പരിശോധനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ പ്രതിഷേധം വന്നതോടുകൂടി പിന്നീട് ഈ ഒരു തീരുമാനം തിരുത്തേണ്ടി വരുന്നു. ആ ഉദ്യോഗസ്ഥർക്ക് അവരുടെ വീടിനടുത്തേക്ക് കൂടുതൽ സൗകര്യപ്രദമായി അവരെ നിയമിക്കേണ്ടി വരുന്നു. ഈ ഒരു വിഷയമാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹനം ചെക്ക് ചെയ്ത് ഫൈൻ ഈടാക്കിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ വകുപ്പില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ അനധികൃതമായി ഫിറ്റിംഗ് ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുജനത്തിന് അപകടകരമായ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പരമാവധി ഫൈൻ തുക തന്നെ ഈടാക്കണം എന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശമാണ്. ആ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ 2 ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിച്ചിട്ടുള്ളത്, ഫൈൻ ഈടാക്കിയിട്ടുള്ളത്. അവരെ എന്ത് വകുപ്പിന്റെ പേരിലാണ് ഈ ഒരു സസ്പെൻഷൻ നടപടി നേരിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റെന്ത് എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയത്? അയാൾക്കെതിരെ കേസെടുക്കണമെന്നൊരു കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ ചുമതല, ഡ്യൂട്ടി നിർവഹണം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ് ചുമർത്തി അയാൾക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. മാത്രമല്ല, താൻ ഈ ഓൾട്ടറേഷൻ സംബന്ധിച്ച് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അത് കേരളത്തിൽ സാധ്യമല്ല. കാരണം കേന്ദ്ര നിയമപ്രകാരം കേരളത്തിന് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഓൾട്ടറേഷൻ ഒരു വിധത്തിലും സാധ്യമുള്ള കാര്യമല്ല എന്ന് ഗണേഷ് കുമാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ഈ വാഹനങ്ങളുടെ വേഗത സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് KSRTC ബസ്സുകളുടെ വേഗത സംബന്ധിച്ച കാര്യമാണ്. നിലവിൽ KSRTC ബസ്സുകൾ കേരളത്തിൽ ഓടുന്നതിന് സ്പീഡ് പരിധിയുണ്ട്. അത് 80 കിലോമീറ്ററിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് സംസ്ഥാനം വിട്ട് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഏറ്റവും ചുരുങ്ങിയ ഈ ഒരു സ്പീഡ് എന്ന് പറയുന്ന വേഗത 100 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് 100 km/h സ്പീഡ് കൈവരിക്കാനുള്ള അനുമതി നൽകണമെന്നുള്ള കാര്യം താൻ ഗതാഗത മന്ത്രിയായിരിക്കെ പ്രപ്പോസൽ വെച്ചിട്ടുള്ള കാര്യമാണ്. അതിന് കേന്ദ്രം ഉടൻ തന്നെ അനുമതി നൽകുകയും ചെയ്യും. ഇത് അനുമതി ലഭിക്കുമ്പോൾ അത് തങ്ങളുടെ മോഡിഫിക്കേഷനായി ഉയർത്തിക്കാട്ടി കൊണ്ടുവരരുത്, തങ്ങളാണ് ഈ മോഡിഫിക്കേഷന് അനുമതി വാങ്ങി തന്നിട്ടുള്ള ഇറങ്ങുന്നത്. മോഡിഫിക്കേഷൻ അനധികൃത വാഹന മോഡിഫിക്കേഷനും 2 ആണ്. ആ കാര്യത്തിൽ ഇളവുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്.